ഹലോ മൈ ഡിയർ NIS +2 വിദ്യാർത്ഥികളെ, നമ്മൾ NIS +2 പഠിക്കാനുള്ള ഇംഗ്ലീഷ് ഭാഗത്തിൻ്റെ പുതിയ സിലബസിലെ 8ാമത്തെ മോഡ്യൂളാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഇതിനു മുമ്പേ നമ്മൾ NISൻ്റെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. ചില പ്രത്യേക കാരണങ്ങളാൽ കുറച്ച് തിരക്ക് കാരണം നമ്മൾ കുറച്ച് ദിവസം NISൻ്റെ ക്ലാസ്സിലേക്ക് വന്നിട്ടില്ല. ഏതായാലും നമ്മൾ ഇന്ന് തൊട്ട് വീണ്ടും NISൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 8ാമത്തെ മോഡ്യൂൾ മറക്കണ്ട, 8ാമത്തെ മോഡ്യൂളാണ് ദ നെക്ലേസ്, അതായത് ദ ഡയമണ്ട് നെക്ലേസ് എന്നും ഈ പാഠത്തിന് പേരുണ്ട്. ഇത് നിങ്ങൾക്കറിയാം, ഗൈഡി മൗപ്പസിൻ്റെ ഒരു സ്റ്റോറിയാണ്. ഇംഗ്ലീഷ് റൈറ്ററിലെ സ്റ്റോറി റൈറ്റർമാരിൽ അഗ്രഗണ്യനായിരിക്കുന്ന ഒരാളാണ് ഗൈഡി മൗപ്പസൻ എന്ന് പറഞ്ഞ അദ്ദേഹം. ഇവിടെ ദ നെക്ലേസ് എന്ന് പറഞ്ഞ ഈ പാഠം പറയുന്നു നമ്മോട് എന്താ പറഞ്ഞിരുന്നത്? എബൌട്ട് ദ നെഗറ്റീവ് എഫക്റ്റ് ഓഫ് പ്രൈഡ് ആൻഡ് വാനിറ്റി. ഇല്ലെ, സാധാരണ ഈ സ്ത്രീ ജനങ്ങളുടെ കൈ മുതലാണല്ലോ പ്രൈഡ് ആൻഡ്, പുരുഷന്മാരുണ്ട്, പ്രൈഡ് ആൻഡ് വാനിറ്റി, പൊങ്ങച്ചം പറയുക. വാനിറ്റി ബാഗ് എന്ന് പറഞ്ഞൊരു വാഗൻ ഉണ്ടല്ലേ, ഒന്നുമില്ലെങ്കിലും അത് പൊന്തിച്ച് നടക്കുന്നത്. അപ്പം വാനിറ്റി, അതുപോലെ പ്രൈഡ്, അഭിമാനം, അഹംഭാവം, ഇങ്ങനെയുള്ള ചില സ്ത്രീകളുടെ വാനിറ്റി. ആൻഡ് ദറ്റ് സ്റ്റോറി എംഫസൈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓണസ്റ്റി. അതേസമയം മറുഭാഗത്ത് സത്യസന്ധതയും എടുത്തു കാണിക്കുന്നുണ്ട് ഈ കഥയിൽ. ഒരു ഭാഗത്ത് പ്രൈഡ് ആൻഡ് വാനിറ്റി ആണെങ്കിൽ മറുഭാഗത്ത് അത് എക്സ്പോസ് ചെയ്യാനുള്ള, അത് റിവീൽ ചെയ്യാനുള്ള, ആക്സെപ്റ്റിംഗ് വൺസ് വീക്ക്നെസ്, ഒരാളുടെ വീക്ക്, നമുക്കൊക്കെ പല വീക്ക്നെസ്സും ഉണ്ടാവും. ആ വീക്ക്നെസ് ആക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ് നമ്മളുടെ ഏറ്റവും വലിയ ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ കഥയിലൊരു സ്ത്രീ അല്ലെങ്കിൽ തനിക്കുള്ളായ ആ വീക്ക്നെസ് തുറന്നു കാണിക്കുന്നു. അതിൻ്റെ അവള് വളരെയധികം അഭിമാനകരമായിട്ട് പറയുന്നു തൻ്റെ ജീവിതത്തിൻ്റെ വൃത്താന്തങ്ങൾ എന്താണ്. ഓക്കെ, നമുക്ക് കഥയിലേക്ക് പോകാം. നിങ്ങളെല്ലാവരും പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പുതിയ സിലബസിൽ പരീക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മുമ്പിൽ എടുത്തു വയ്ക്കുക. ഞാൻ ഇവിടെ ഇതിനു മുമ്പ് PVN ഗ്ലോബൽ NISയുമായി ബന്ധപ്പെട്ട ഒരുപാട് പാഠങ്ങളും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പഴയ സിലബസിലൊക്കെ ഒരുപാട് കുട്ടികൾ കേരളം അങ്ങോളം ഇങ്ങോളം നമ്മുടെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കാറുണ്ട്. മാത്രമല്ല NISയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും, രജിസ്ട്രേഷൻ, അതുപോലെ TMA, ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ യഥാസമയം അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ പരമാവധി എല്ലാ NIS +2 വിദ്യാർത്ഥികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളിവിടെ ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സിമ്പിളായിട്ട്, വളരെ ലളിതമായിട്ടാണ്. കാരണം ഇംഗ്ലീഷ് ക്ലാസ്സിൽ പല സ്റ്റാൻഡേർഡിലെ കുട്ടികളുണ്ടാവും. ആവറേജ് സ്റ്റുഡൻസ് ഉണ്ടാവും, എബോവ് ആവറേജ് ഉണ്ടാവും, ബിലോ ആവറേജ് ഉണ്ടാവും. ഞാൻ ഏതാണ്ട് എല്ലാ വിദ്യാർത്ഥികളെയും ഏതാണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഓഫ് ക്ലാസ് ആണ് നൽകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ സെക്ഷൻ 1-ലേക്കാണ് നമ്മൾ പോകുന്നത്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കുക. നിങ്ങൾക്ക് അർത്ഥം വേണ്ട ഒപ്പം എഴുതുക, ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം ഇതിങ്ങനെ ഓരോ വരികളുടെ അർത്ഥങ്ങളും ഒപ്പം പറഞ്ഞു തരും. ഓക്കെ, പിന്നീട് നമുക്കൊരു ഇംഗ്ലീഷിലെ ഒരു എക്സ്പ്ലനേഷനും നമുക്ക് തരും. ഓക്കെ, എല്ലാം റെഡി അല്ലേ? നോക്കൂ. The girl was one of those pretty and charming young creatures who sometimes are born. എന്താ ഈ കഥയിൽ പറയുന്ന ഒരു പെൺകുട്ടി? ദ ഗേൾ എന്ന ഏതോ കുട്ടിയല്ല, ആ ഗേള്. ദ ബോയ്, ആ കുട്ടി. ദ മാൻ, ആ മനുഷ്യൻ എന്നാണ് ആർട്ടിക്കിൾ ഇതാ വരുമ്പോൾ. അപ്പം ദ ഗേൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കഥയിൽ പെങ്കൊച്ച്, ആ കുട്ടിയെയും ആയിരുന്നു. വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ, എലിഗന്റ്, വളരെയധികം ഭംഗിയുള്ള, ചാമിങ്, അഴകുള്ള, സുന്ദരിയായ യങ് ക്രീച്ചേഴ്സ് എന്നാണ് കഥാകൃത്ത് പറയുന്നത്. യുവജന്തുക്കളിൽ വെച്ച്. ക്രീച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും ജന്തു എന്നാണ്. പക്ഷെ ഇതൊരു സാറ്റയർ ആണ്, ഒരു ആക്ഷേപം അല്ലെങ്കിൽ എന്താ പറയാ, ഒരു പരിഹാസ രൂപേണയാണ് കഥ പോകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ ചാമിങ് യങ് ക്രീച്ചേഴ്സ് ഹു, അവർ, ക്രീച്ചേഴ്സ് അവിടെ പ്ലൂറലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള മനോഹരവതികളായിരിക്കുന്ന ജന്തുക്കളിൽ അല്ലെങ്കിൽ ജന്തുക്കളിൽ നിന്ന് പെൺകുട്ടികളിൽ ഹു, അവരാകട്ടെ സംടൈം ആർബോൺ, ചിലപ്പോഴേ ജനിക്കുള്ളൂ അല്ലേ.
അങ്ങനെ എപ്പോഴും ജനിക്കുമോ? ഇല്ല. ആയിരങ്ങളിൽ ഇടയ്ക്കൊക്കെ ഒരു പെൺകുട്ടി നല്ല അപാര എലിഗൻ്റ് ആയിട്ടുള്ള അഴകുള്ള ചുറുചുറുക്കുള്ള മിസ് യൂണിവേഴ്സ് ഒക്കെ ആയിട്ട് ജനിക്കൂലേ. അപ്പൊ ഇവിടെ പറയാൻ ആർ ബോൺ ജനിക്കപ്പെടുന്നത് പാസീവ് വോയിസിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപൂർവം ജനിക്കപ്പെടുന്ന ചിലരിൽ ഉള്ള ഒരു പെൺകുട്ടിയാണ് ഇവള്. ആസിഫ് ഓഫ് എങ്ങനെയാണ് ആസിഫ് ബൈ സ്ലിപ്പ് ഓഫ് ഫെയ്റ്റ്, വിധിയുടെ ഒരു കൽപ്പിതമായിട്ട്, അല്ലെങ്കിൽ വിധി എന്താ പറഞ്ഞ വിധിക്ക് വഴുതി പോയതാണോ, അതിനൊരു സ്ലിപ്പ് പറ്റിയതാണോ ദൈവത്തിന്? ഇവിടെ ശരിക്കും ഫെയ്റ്റാണ്, വിധി എന്നാണ് ഇവിടെ അർത്ഥം. നമ്മുടെ പ്രപഞ്ചേശ്വരനെ പറ്റിയ ഒരു അബദ്ധമാണോ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ സൃഷ്ടിച്ചത്? അവള് ജനിച്ചത് എവിടെയാ? ഇൻ എ ഫാമിലി ഓഫ് ക്ലർക്ക്, ഗുമസ്തന്മാരുടെ ക്ലർക്ക് ജോലി പരമ്പരാഗതമായി ചെയ്തു പോരുന്ന ഒരു കുടുംബത്തിൽ. ഇംഗ്ലണ്ടിലൊക്കെ ഈ ക്ലർക്കിൽ ജനിച്ച് എന്നൊക്കെ ലോവസ്റ്റ്, ഏറ്റവും താഴ്ന്ന നിലവാരമുള്ള ജോലിയാണ്. നമ്മളിവിടെയൊക്കെയാണ് ക്ലർക്കായി ജനിച്ചാലെങ്കിലും ഭാഗ്യമായി എന്ന് തോന്നുന്നു. പക്ഷെ അവർ രാജ്യത്ത് ക്ലർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നിനും പറ്റാത്ത ആൾക്കാർ ചെയ്യുന്ന ഒരു തൊഴിലായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗുമസ്ത കുടുംബത്തിലേക്കാണ് ആ പെൺകുട്ടി ജനിച്ചത് എന്ന്. പിന്നെ അവളെ കല്യാണം കഴിച്ച സമയത്ത് ഷീ ഹാഡ് നോ ഡോവറി, അവൾക്ക് സ്ത്രീധനമൊന്നും ഇല്ലായിരുന്നു, കൊടുക്കാനുമില്ല, സാധാരണ കിട്ടിയിട്ടും ഇല്ലായിരുന്നു. നമ്മളവിടെ നാടുകളിലൊക്കെ ഡോവറി വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ അല്ലെ. അതിന്റെ പേരിലൊക്കെ എത്രയോ പീഡനങ്ങളൊക്കെ അരങ്ങേറാറുണ്ട്. അവൾക്ക് എന്തില്ല, ഡോവറി കിട്ടിയിട്ടില്ല. പിന്നെ എന്താണ്, സ്ത്രീ മുതലൊന്നുമില്ല. പിന്നെയോ നോ എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷകളൊന്നുമില്ല. സാധാരണ സ്ത്രീകളൊക്കെ ഒരു ഡ്രീം വേൾഡിലാണ്, സ്വപ്നാടന ലോകത്തിലാണല്ലോ. ഇവൾക്ക് പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നുമില്ല. നോ വേ ഓഫ് ബീയിങ് നോൺ, കപ്പാസിറ്റീസിലാണ്. നോ വേ, ഒരു മാർഗവും ഇല്ല. എന്തിനെ? ഓഫ് ബീയിങ് നോൺ, അറിയപ്പെടാൻ. സാധാരണ വല്ല ടി വി കൂടെയോ ആക്ട്രസോ ഹീറോയിനോ ഒക്കെ ആയിട്ട് അറിയപ്പെടുമല്ലോ അല്ലെ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൂടെ സാംസ്കാരികയിലൂടെയൊക്കെ അറിയപ്പെടാൻ ഇച്ഛിക്കുന്നവരാണല്ലോ പെൺകുട്ടികളൊക്കെ അല്ലെ. ചിലപ്പോൾ ഒരു നല്ല ഡാൻസറൊക്കെ ആയിട്ട് വിഷ്വൽ മീഡിയയിലൂടെ ഒക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന ആളാവാനൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇവർക്ക് അങ്ങനത്തെ പ്രതീക്ഷകളൊന്നുമില്ല എന്നാ. നോ വേ ഓഫ് ബീയിങ് നോൺ, അറിയപ്പെടാൻ. പിന്നെയോ ബീയിങ് അണ്ടർസ്റ്റാൻഡ്, ബീയിങ് എല്ലാത്തിന്റെ കൂടെ എടുക്കണം. ബീയിങ് അണ്ടർസ്റ്റുഡ്, എന്താ, എല്ലാവരാലും മനസ്സിലാക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയാവാനോ. ബീയിങ് ലൗഡ്, എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയാവാനോ അല്ലെ. ഇപ്പോ നമുക്കറിയാം, സ്നേഹിക്കാൻ വൺ സൈഡ് സ്നേഹത്തിന് പൈസയും കൊടുക്കണ്ടല്ലോ, ആർക്കാരെയും പ്രണയിക്കാമല്ലോ, ആർക്കാരെയും സ്നേഹിക്കാമല്ലോ. അപ്പോ ഒരു പെൺകുട്ടിയെ കണ്ട് നമ്മുടെ നാടുകളിലെ എല്ലാ ചെറുക്കന്മാരും സ്നേഹിക്കപ്പെടുന്നവളാവാനും വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല എന്നാ പറഞ്ഞ. ഡിസയർ ഇല്ല എന്നല്ല, പ്രതീക്ഷയില്ല. കാരണം പ്രതീക്ഷിച്ചിട്ടല്ലേ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചാൽ വല്ല കാര്യം ഉണ്ടെങ്കിലല്ലേ പ്രതീക്ഷിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ലൗഡ്, സ്നേഹിക്കപ്പെടുക. അതുപോലെ മാരീഡ്, അവിടെ കൂടണം ബീയിങ് മാരീഡ്, വിവാഹം കഴിക്കപ്പെടുക. ആരാൽ? ബൈ എനി റിച്ച്, ഏതെങ്കിലും പണക്കാരൻ കോടീശ്വരൻ വന്ന് തന്നെ കല്യാണം കെട്ടണം എന്നൊരു പ്രതീക്ഷയൊന്നുമില്ല. ആഗ്രഹമില്ല എന്നല്ല, പ്രതീക്ഷയില്ല. ആൻഡ് ഡിസ്റ്റിങ്ഷ്ഡ്, അറിയപ്പെടുന്ന, പ്രശസ്തിയുള്ള മാൻ, ലോകത്തിൽ അറിയപ്പെടുന്ന പ്രശസ്തിയുള്ള ഒരു മനുഷ്യൻ തന്നെ കല്യാണം കഴിക്കണമെന്നോ, അങ്ങനെ അങ്ങനെ ഒരുപാട് വ്യാമോഹങ്ങളോ മോഹങ്ങളോ ഒന്നും വെച്ച് പുലർത്തുന്നില്ല ഇപ്പോ. എന്ന് പറഞ്ഞാൽ ഇവിടെ ആഗ്രഹമില്ലായിട്ടല്ല, ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആൻഡ് ലെറ്റ് ഹെർസെൽ ബി മേരിഡ്, അതുകൊണ്ട് അവൾ സ്വയമേവ വിവാഹം കഴിക്കപ്പെടാൻ അനുവദിക്കപ്പെട്ടു. ആരാണ്? മാരീഡ് ടു എ ലിറ്റിൽ ക്ലർക്ക്, ഒരു കൊച്ചു ക്ലർക്ക്, ക്ലർക്ക് എന്നറിയില്ലേ, ഗുമസ്തപ്പണി ചെയ്യുന്നവന് അവിടെ ഓഫ് മിനിസ്റ്ററി പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മളിവിടുത്തെ സെക്രട്ടേറിയറ്റിന് തുല്യമുണ്ട്. അപ്പൊ നമ്മളിവിടുത്തെ സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കൊക്കെ ആവുക എന്നാല് കഴിച്ചലായി. ഇവിടെ അവരുടെ മിനിസ്റ്ററി, മന്ത്രി കാര്യാലയത്തിലോ പബ്ലിക് ഇൻസ്ട്രക്ഷൻ, പബ്ലിക് ഭരണ വിഭാഗത്തില് ഒരു ക്ലർക്കിനെ കല്യാണം കഴിച്ചു അവള്, അല്ലെങ്കിൽ കഴിക്കപ്പെടേണ്ടി വന്നു അവൾക്ക്, വിധി അല്ലെങ്കിൽ. സോ
വാസ് ദ ഡിസിഷൻ ഓഫ് ദ ഫെയ്റ്റ്. അങ്ങനെയായിരുന്നു വിധിയുടെ വിധികൽപ്പിതം. അതിനനുസരിച്ച് അവൾ അങ്ങനെ അതില് വിധിക്കപ്പെട്ടവളായി എന്ന് പറയാം. ഒരു മിനിസ്റ്ററി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷനിൽ ക്ലർക്ക് ജോലി ചെയ്യുന്ന ഒരു കോമൺ മേനെ കല്യാണം കഴിക്കേണ്ടി വന്നു. അല്ലേ? സാധാരണ പെൺകുട്ടികൾക്ക് മേ ഹാവ് സം ഫാന്റസി അബൌട്ട് ദെയർ മാരീഡ് ലൈഫ്, ഫ്യൂച്ചർ ലൈഫ്, ഭാവി വിവാഹ ജീവിതത്തെക്കുറിച്ചൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സ്വപ്നവും കൊണ്ട് നടക്കുന്നവരായിരിക്കും. ഞാൻ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ച് അങ്ങനെയാണ് അല്ലേ? വിവാഹത്തെക്കുറിച്ച് ഒരുപാട് ഡ്രീംസ് വെച്ച് പുലർത്തുന്നവരാണ്. പക്ഷേ ദിസ് ഗേൾ, അവൾക്ക് അങ്ങനത്തെ ആൻറ്റിസിപ്പേഷൻ ഒന്നുമില്ല, അങ്ങനത്തെ പ്രതീക്ഷയുമില്ല. നോക്കാം നമുക്ക് അടുത്ത്. അവൾ ഡ്രസ്ഡ് പ്ലെയിൻലി, വളരെ പ്ലെയിൻ ഡ്രസ്സാണ്, സാധാരണ വസ്ത്രമാണ്. സാധാരണ പെൺകുട്ടികളൊക്കെ ഇപ്പം ഇന്നിപ്പോൾ നോക്കുകയും വേണ്ട അല്ലേ? പല ടൈപ്പ് ഡ്രസ്സുകളാണ്. നമ്മൾ ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പാൻറ് ആനക്കാല് പോലെയുള്ളതും, ചില ജിറാഫിൻ്റെ പോലെ വണ്ണമില്ലാത്ത പാൻറ് ഇട്ടിട്ടും, ഇതൊന്നും നമ്മൾ വിമർശിക്കുമെന്നല്ല, പല രീതിയിൽ ഡ്രസ്സാണെങ്കിൽ അത് അങ്ങനെയുള്ള രീതിയിലാണ് പെൺകൊച്ചുങ്ങളൊക്കെ സാധാരണ നടക്കലെന്നിരിക്കെ ഇവക്ക് അതിന് വഴിയില്ല. അതാണ് ഷീ ഡ്രസ്ഡ് പ്ലെയിൻലി ബിക്കോസ്, കാരണം ഷീ കുഡ് നോട്ട് ഡ്രസ് വെൽ. അത് തന്നെ, നല്ല രീതിയിൽ ഡ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവൾ സാധാരണ പ്ലെയിൻ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നു, ഒരു സാധാരണ ഡ്രസ്സ്. ബട്ട് എന്നാൽ ഷി വാസ് അൺഹാപ്പി, അതാണ്, അവൾ അസന്തോഷവതിയാണ്. എബൌട്ട് വാട്ട് ഷി ഗോട്ട്. എനിക്കൊരു കാര്യം മനസ്സിലാക്കും, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈഫ് ഈസ് ആൻ ഐറണി. ലൈഫ് എന്ന് പറഞ്ഞ ഒരു വിരോധാഭാസമാണ് അല്ലേ? വി വോണ്ട് ഗെറ്റ് വാട്ട് വി വിഷ് ഫോർ. നമ്മൾ കൊതിക്കുന്നതൊന്നും നമുക്ക് കിട്ടുമോ? നമുക്ക് ആഗ്രഹിക്കുന്നതൊന്നും നമുക്ക് കിട്ടില്ല. ആൻഡ് വാട്ട് വി ഗെറ്റ്, നമുക്ക് എന്ത് കിട്ടിയോ, ദാറ്റ് വി കനോട്ട് പൊസസ്, അത് നമുക്ക് സ്വന്തമാക്കാനും പറ്റില്ല. പറ്റുമോ? എന്തെങ്കിലും സ്വന്തമാക്കാൻ പറ്റുമോ? അപ്പോഴാണ് വാട്ട് വി കനോട്ട് പൊസസ്, നമുക്ക് സ്വന്തമാക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ആങ്കർനെസ്, ദേഷ്യം അല്ലേ, കാമക്രോധ മോഹാലോപാധികളൊക്കെ ജനിക്കുക. അതാണ് ഈ പെൺകുട്ടിനും. അവൾക്ക് ആഗ്രഹമില്ലായിട്ടൊന്നും അല്ല, പക്ഷെ ഉപായമില്ല അല്ലേ? ഷീ കുഡ് നോട്ട് ഡ്രസ് വെൽ ബട്ട് ഷീ വാസ് അൺഹാപ്പി, എന്നാൽ അസന്തോഷവതിയാണ്. ആസ് ഇഫ്, ഏതുപോലെ ഷീ ഹാഡ് റിയലി ഫാളൻ, താൻ പതിച്ച് മൂക്ക് പൊത്തി വീണ, അല്ലെങ്കിൽ നിലം പതിച്ചവൾ എന്ന പോലെ. ഫാളൻ എന്ന അറിയില്ലേ? ഫാളൻ അല്ലേ? ഹാഡ് റിയലി ഫാളൻ, യഥാർത്ഥത്തിൽ പതിച്ചവളാണ്, പതിതിയാണ്, വീണവളാണ്. എന്ത്? പെടാക്കുഴിയിലേക്ക്. ഫ്രം ഹയർ സ്റ്റേഷൻ, ഞാൻ ഉയർന്ന സ്റ്റേഷനിൽ നിന്ന്, ഉയർന്ന പദവിയിൽ നിന്ന് തലകുത്തി പടുകുഴിയിലേക്ക് വീണപ്പെട്ടവളാണ് എന്ന പോലെ. എനിക്കെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല അല്ലേ എന്നൊക്കെ ചില പെൺകുട്ടികളൊക്കെ പറയുന്നില്ലേ. എൻ്റെ വീട്ടിൽ കല്യാണത്തിന് മുമ്പേ അങ്ങനെയായിരുന്നു, ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ആകെ പെട്ടുപോയി എന്നൊക്കെ പറയുന്ന ചില രോദനങ്ങൾ നമുക്ക് കേൾക്കാം. അപ്പൊ അതുപോലെ ഇവിടും പറയാം, ഞാൻ വലിയൊരു ഉയർന്ന സ്റ്റേഷനിൽ താഴത്തേക്ക് മൂക്കു കുത്തി വീണ പോലെയാണെന്ന്. ഹയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന. അപ്പൊ ഹയർ സ്റ്റേഷൻ എങ്ങനെ? സിൻസ് വിത്ത്, അതങ്ങനെ പറയാൻ കാരണം എന്താ എഴുത്തുകാരൻ പറയുന്നത്? സിൻസ് മീൻ ബിക്കോസ്, വിത്ത് വുമൺ, പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ദർ ഈസ് നൈദർ കാസ്റ്റ്, ജാതിയില്ല, നോ റാങ്ക്, പദവിയില്ല. നൈദർ നോർ എന്ന് പറഞ്ഞാൽ അതും ഇല്ല ഇതും ഇല്ല എന്നാണ് ഗ്രാമറിൽ. പെണ്ണുങ്ങളെ സംബന്ധിച്ചോളം ജാതി മതഭേദ സ്പർദ്ധകളൊന്നുമില്ല. ഏതിൻ്റെയൊക്കെ മുമ്പിലാന്നാ പറഞ്ഞത്? ഏത്? അവരെ സംബന്ധിച്ചോളം അതൊന്നുമില്ല, കാസ്റ്റും ഇല്ല, റാങ്കും ഇല്ല. ഫോർ ബ്യൂട്ടി, സൗന്ദര്യത്തിന് പകരം. അവരെ സംബന്ധിച്ചോളം മിസ് വേൾഡോ മിസ് യൂണിവേഴ്സോ ഒക്കെ ആയാൽ പ്രൈഡ്, അഭിമാനം അല്ലേ? അതിൽ പരമ സൗന്ദര്യമാണ് എല്ലാം. ബ്യൂട്ടി ഈസ് ആൾ ആൻഡ് എവരിത്തിങ്. എല്ലാം അതാണ്. ബ്യൂട്ടിക്ക് പകരം വെക്കാൻ, തുലനം ചെയ്യാൻ എന്താ ഈ ലോകത്തിലുള്ളത്? ജാതിയോ മതമോ ഒന്നുമില്ല. പിന്നെയോ ഫോർ ബ്യൂട്ടി, ഗ്രേസ്, ശ്രേഷ്ഠത അല്ലേ? ആൻഡ് ചാം, അഴക്, നല്ല അഴകുള്ള കോഴികളെ പോലെ അല്ലേ? നമ്മുടെ ചാം ടേക്ക് പ്ലേസ്, അതാണ് എടുക്കുന്ന ഫാമിലി ആൻഡ് ബർത്ത്. എന്നെന്താ? കുലമഹിമതയോ കുടുംബമോ ജന്മമോ അതിന് പകരം അവർ തുലനം ചെയ്യുന്നത് തങ്ങളുടെ ബ്യൂട്ടി അതാണ് സൗന്ദര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്താപ്പാ? എനിക്കിപ്പോ പൈസക്കാരനെ കല്യാണം കഴിക്കാൻ കിട്ടിയില്ലെങ്കിലും എന്താ, എനിക്ക് നല്ല സൗന്ദര്യം ഉണ്ടല്ലോ.
അല്ലേ? ഞാൻ ഉയർന്ന കുടുംബത്തിൽ ജനിച്ചിട്ടില്ലെങ്കിൽ എന്താ, എനിക്ക് നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കൊച്ചു. നമുക്ക് ദീസ് ആർ ദ ഫാന്റസീസ് ഓഫ് ദിസ് ഗേൾ. നമ്മുടെ ഈ കഥയിലെ പെൺകുട്ടിയുടെ ചില സ്വപ്നാടനങ്ങൾ അല്ലെങ്കിൽ സ്വപ്ന ലോകമാണ് ഇതൊക്കെ. അപ്പൊ അവൾ പറയുകയാണ്, സൗന്ദര്യത്തിന് ഈക്വലായിട്ട് ലോകത്തിലൊന്നുമില്ല എന്ന്. ഇങ്ങനെ വിചാരിക്കുന്ന ധാരാളം പെൺകുട്ടികളുണ്ട്. എന്നാൽ പെൺകുട്ടികളെ അടച്ചാക്ഷേപിക്കുകയല്ല, ആണുങ്ങളും ഉണ്ട് അങ്ങനെ, അല്ലേ? ഭർത്താവ്. പിന്നെ നേച്ചുറൽ ഇൻജീനിറ്റി എന്ന് പറഞ്ഞ ഒന്നുണ്ടല്ലോ, നൈസർഗിക പ്രാഗൽഭ്യം. നേച്ചർ ആർട്ടിഫിഷ്യൽ അല്ലാണ്ട് ചിലക്ക് ആർട്ടിഫിഷ്യൽ കാണിച്ച് ഇങ്ങനെ നടക്കും കൃത്രിമം. ഇതോടെ നേച്ചുറൽ ഇൻജീനിറ്റി എന്ന നൈസർഗിക പ്രതിഭാശാലിത്വം അല്ലെങ്കിൽ ബുദ്ധി അല്ലെങ്കിൽ കഴിവ്, എബിലിറ്റി, ഇൻസ്റ്റിങ് ഫോർ വാട്ട് ഈസ് എലിഗന്റ്. എന്നാൽ സത്യം പറഞ്ഞാൽ ഈ സൗന്ദര്യം എലിഗന്റ് എന്ന് പറയുന്നത് അത് പ്രകൃതിയാൽ ഉണ്ടാവേണ്ട ഒന്നാണ്, മനസ്സിലല്ലോ. അല്ലാണ്ട് ദ റിയൽ ബ്യൂട്ടി ഈസ് ഇൻസൈഡ് നോട്ട് ഔട്ട്സൈഡ്. തൊലി വെറുപ്പം, പേരൻ്റെ വലിയ പൂസ്യം, മുഖറോ അല്ലെങ്കിൽ മേക്കപ്പ്, ഇതൊന്നുമല്ല ശരിയായ എലിഗൻസി എന്ന് പറയുന്നത്. അത് നേച്ചുറൽ ഇൻജീനിറ്റിയാണ്. സൗന്ദര്യം ഉള്ളിൽ നിന്ന് പ്രകടീകരിക്കേണ്ടതാണ്, അല്ലേ? ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഉൾപ്രേരണ. ഫോർ വാട്ട് ഈസ് എലിഗന്റ്, എന്താണ് എലിഗന്റ് എന്നുള്ളതിന് എ സപ്പിൾ മൈൻഡ് ആയിരിക്കണം. ഈൽഡിങ് മൈൻഡ്. സപ്പിൾ മൈൻഡ് എന്നാൽ എന്തിനും ഏതിനും പൊരുത്തപ്പെടുന്ന, വഴങ്ങാവുന്ന, കീഴ്പ്പെടാവുന്ന ഒരു മനസ്സുള്ളവള്, അല്ലെ? അതൊക്കെ അവരുടെ സോൾ ഹെറാർക്കിയാണ്. ഹെറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യം, അതായത് കൈമാറി പോയുന്ന. അപ്പോൾ ഹൈറാർക്കി ആയിട്ട് പെണ്ണുങ്ങൾക്ക് കൈമുതലായിട്ടുള്ളത് ഈ ഈൽഡിങ് ക്യാരക്ടർ, അതുപോലെ നേച്ചുറൽ ഇൻജീനിറ്റി, അതാണ്. ആൻഡ് ഓഫൺ പലപ്പോഴും ഇതെല്ലാം പലപ്പോഴും സ്ത്രീകളെ ആക്കാറുണ്ട്. ഓഫൺ പലപ്പോഴും മേക്ക് ഓഫ് വുമൺ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ വുമൺ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളിലെ സ്ത്രീകളെ ദ ഈക്വൽസ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ലേഡീസ് എന്നാണ്. അതായത് വലിയ വലിയ ഗ്രേറ്റ് ലേഡീസിന്റെ സമതുല്യമാക്കി സ്ത്രീകളെ കൊണ്ടുവരുന്നത് അവർ നേച്ചുറൽ ഇൻജീനിറ്റീസ് ആണ് എന്ന് പരമാർത്ഥം. പക്ഷെ അത് ചിന്തിക്കുന്നവർ വളരെ കുറവാണ്. നമുക്ക് ഗ്രേറ്റസ്റ്റ് ഓഫ് ലേഡീസ്, വലിയ വലിയ മദർ തെരേസയെ പോലെയുള്ള വലിയ വലിയ ലേഡീസിന് ഒപ്പത്തിനൊപ്പം, അല്ലെങ്കിൽ ഡയാന രാജകുമാരിയുടെ ഒപ്പം കൊണ്ടുവരുന്നത് വെറും ഔട്ട്സൈഡ് ബ്യൂട്ടി അല്ല, ബട്ട് ഫ്രം ഇൻസൈഡ് ദ ബ്യൂട്ടി ദ യു ഗോട്ട് ദ ടൈം യു ആർ ബോൺ. നിങ്ങൾ ജനിക്കപ്പെടുന്ന സമയത്ത് നൈസർഗികമായി വരുന്ന ആ അഴകുണ്ടല്ലോ, അതെല്ലാവർക്കും ഉണ്ട്. അതാണ് ഒറിജിനൽ ബ്യൂട്ടി എന്നുള്ളൊരു പരമാർത്ഥം ഇവിടെ എഴുത്തുകാരൻ നമ്മോട് പറയുകയാണ്. ഡിയേഴ്സ്, ഇത്രയാണ് സെക്ഷൻ 1 നമുക്കുള്ള ഭാഗം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഈ ഫസ്റ്റ് ഭാഗത്തിൽ, അതായത് സെക്ഷൻ 1 ഈ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ലെങ്കിലും അടുത്ത തുടർന്ന് വരുന്നുണ്ട്. മാത്തിൽഡെ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. മാത്തിൽഡെ അവള് ഒരു യങ് pretty girl ആണ്. She was a young and pretty girl when she was born in a family of clerk. She was born in a family of clerk, but she continuously bemoaned, വിലപിച്ചു, ദുഃഖിക്കുവാൻ, being born into a, ജനിക്കപ്പെട്ടതിനെ കുറിച്ച്, into a family with limited means, പരിമിതമായ വരുമാനമുള്ളൊരു കുടുംബത്തിലാണല്ലോ അപ്പ ഞാൻ ജനിക്കപ്പെട്ടത് എന്നുള്ളത്. ഷി ആൾവേസ് കംപ്ലൈൻഡ്, എപ്പോഴും ഓർ ബിമോണ്ട് അബൌട്ട് ഹർ. ഇതാണ് അവളുടെ. ബട്ട് ഓൺ ദ അതർ സൈഡ് ഷി ഹാഡ് എ ഡ്രീം ആൾസോ. മറുഭാഗത്ത് അവൾക്ക് പലവിധ സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. ബട്ട് ഷി വാസ് ഡെസ്റ്റിൻഡ് ടു ബി ബോൺ ഇൻ ടു എ പുവർ ഫാമിലി ഓഫ് ക്ലർക്സ്. വിധിക്കപ്പെട്ടു. ഷി വാസ് ഡെസ്റ്റിൻഡ് ടു ബി ബോൺ എന്നുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ 8.1 ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ഓർഡറൊക്കെ നോക്കാം. ഹൂ ഈസ് ദ പ്രൊട്ടഗണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി? ഈ കഥയുടെ പ്രധാന കഥാപാത്രം ആരാന്ന് നിങ്ങൾക്ക് അറിയാം. എ ഗേൾ. ആൻഡ് മാത്തിൽഡെ. വാട്ട് ഈസ് മാത്തിൽഡേസ് മെയിൻ ഡിസയർ ദ ബിഗിനിങ് ഓഫ് സ്റ്റോറി? ഈ കഥയുടെ ആരംഭത്തിൽ അവളുടെ പ്രധാന ആഗ്രഹം എന്തായിരുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് അവളുടെ പ്രധാന ആഗ്രഹം എന്ന്. ആൻഡ് ഡു യു തിങ്ക്, നിങ്ങൾ ചിന്തിക്കുന്നോ, എന്ത് മാഡം ലോയ്സൽ വാസ് ഹാപ്പി, സന്തോഷവതിയാണ്, ബീങ് മാരീഡ് ടു എ ഹസ്ബൻഡ്,
തൻ്റെ ഈ ഭർത്താവിനെ വിവാഹം കഴിക്കപ്പെട്ടതിൽ അവള് സന്തോഷവതിയാണോ? ഗീവ് റീസൺ, കാരണം പറയാറ്. ദെൻ 4, കും ഡിഡ് മാത്തിൻഡേസ് ഹസ്ബൻഡ് വർക്ക് ഫോർ? എവിടെയായിരുന്നു മാത്തിൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്തത്? ജോലി ചെയ്യുന്ന എവിടെയായിരുന്നു? മിനിസ്റ്ററി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷനിലാണ് അവള് ജോലി ചെയ്തിരുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കഥകൾ അല്ല ചോദ്യങ്ങൾ. പിന്നെ ഇത് 6ാമത്തെ ചോദ്യം പറയുന്നുണ്ട്, വൈ വാസ് മാത്തിൻ്റെ കോൺസ്റ്റന്റ്ലി ഡിസാറ്റിസ്ഫൈഡ്? എന്തുകൊണ്ടാണ് ഈ മാത്തിൻ്റെ എന്ന പെൺകുട്ടി തുടരെ ഡിസാറ്റിസ്ഫൈഡ്, അതൃപ്തി, അസന്തോഷവതിയാവാൻ കാരണം? ഓൺ ദ വൺ സൈഡ് ഷീ ഹാഡ് എ ഡ്രീം ഓഫ് ഫാന്റസി ലൈഫ്, ബട്ട് ഷി വാസ് ഡെസ്റ്റിൻഡ് ടു ബി ഡിപ്രസ് ആയി. ഓക്കെ, അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ. ഒരിക്കൽ കൂടി PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് അമർത്തുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പരമാവധി നിങ്ങളുടെ NIOS വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥനയോടെ നിർത്തട്ടെ. ഗുഡ് ബൈ.